പുരുഷന്മാർ കൂടെയില്ലാതെ 2600-ലേറെ വനിതാ തീർത്ഥാടകരാണ് ഇത്തവണ കേരളത്തിൽ നിന്നും ഹജ്ജിന് എത്തിയിരിക്കുന്നത്. ഇവർക്ക് മാത്രമായി പ്രത്യേക വിമാന സർവീസുകളും സൗദി അറേബ്യയിൽ താമസിക്കാൻ പ്രത്യേക കെട്ടിടങ്ങളുമുണ്ട്. മക്കയിലാണ് ഈ തീർത്ഥാടകരെല്ലാം ഇപ്പോഴുള്ളത്. മഹ്റം കൂടെയില്ലാതെ, അതായത് ബന്ധുക്കളായ പുരുഷന്മാർ കൂടെയില്ലാതെ നിരവധി വനിതാ തീർത്ഥാടകരാണ് ഈ വർഷവും ഇന്ത്യയിൽ നിന്ന് ഹജ്ജ് നിർവഹിക്കുന്നത്. കേരളത്തിൽ നിന്ന് മാത്രം 2646 തീർത്ഥാടകർ. മഹ്റമില്ലാത്ത വനിതകൾക്ക് മാത്രമായി കേരളത്തിൽ നിന്നും 12 വിമാനങ്ങളാണ് സർവീസ് നടത്തിയത്. കോഴിക്കോട് നിന്ന് 5, കൊച്ചിയിൽ നിന്ന് 3, കണ്ണൂരിൽ നിന്ന് 4 വിമാനങ്ങൾ സർവീസ് നടത്തി. മക്കയിലും മദീനയിലും ഇവർക്ക് താമസിക്കാനായി പ്രത്യേക കെട്ടിടങ്ങളും ചികിത്സാ സൗകര്യങ്ങളും യാത്ര ചെയ്യാൻ ബസ്സുകളും ഒരുക്കിയിട്ടുണ്ട്. മികച്ച സേവനമാണ് പുണ്യസ്ഥലങ്ങളിൽ ലഭിക്കുന്നതെന്ന് തീർത്ഥാടകർ. നമുക്ക് കുഴപ്പമില്ല, ഇൻഷാ അല്ലാഹ് നല്ല സൗകര്യമൊക്കെ തന്നെയാണ്. പിന്നെ ബിൽഡിങ്ങും പിന്നെ ഫുഡ് രാത്രി കഞ്ഞി ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഉച്ചക്ക് ഫുഡൊന്നുമില്ല, നമ്മൾ തന്നെ അടുക്കളയിൽ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ഗ്യാസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിന് സാധനമൊക്കെ കൊണ്ടുവന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കില്ല തന്നെ. എനിക്ക് മാഷാഅല്ലാഹ് നമ്മളെ സംബന്ധിച്ച് എല്ലാം കൊണ്ട് റാഹത്ത് തന്നെ. നമ്മളെ നാട്ടിലുള്ള നമ്മളെ സുഖത്തിനും എല്ലാവരും ഇവിടെ വരുന്നത്, നമ്മൾ കഷ്ടപ്പെടാൻ വേണ്ടി വരുന്നത്. എല്ലാം അൽഹംദുലില്ലാഹ് അതിലും വിചാരിച്ചതിനെക്കാട്ടും സുഖം തന്നെ. വനിതാ തീർത്ഥാടകരുടെ സേവനത്തിനായി സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ ജോലി ചെയ്യുന്ന വനിതാ ഉദ്യോഗസ്ഥരും സൗദിയിലെത്തിയിട്ടുണ്ട്. മലയാളി സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇവർക്ക് ആവശ്യമായ ഭക്ഷണം പാകം ചെയ്യാനാവശ്യമായ സാധനങ്ങളും എത്തിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നും ഇത്തവണ ഹജ്ജ് നിർവഹിക്കുന്ന 16,000-ഓളം തീർത്ഥാടകരിൽ 9,400-ഓളം തീർത്ഥാടകരും വനിതകളാണ്. മഹ്റം കൂടെയില്ലാതെ ആയിരക്കണക്കിന് വനിതാ തീർത്ഥാടകരാണ് ഇത്തവണയും ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തിയിരിക്കുന്നത്. ഹജ്ജ് കർമ്മങ്ങൾ സുഗമമായി പൂർത്തിയാക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും മക്കയിലും മദീനയിലും ഇവർക്കായി ഒരുക്കിയിട്ടുണ്ട്. മക്കയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. അബ്ദുൽ ഹായി പറയുന്നു.